എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ബിറ്റ്കോയിൻ വാങ്ങാനുള്ള അവസാനത്തെ ചാൻസ് ബിലോ $100,000 അല്ലെങ്കിൽ ഈ ഒരു $90,000 താഴെ പോലും ബിറ്റ്കോയിൻ വാങ്ങാനുള്ള അവസാനത്തെ ചാൻസ് മേ ബി വിത്തിൻ ഫ്യൂ ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ തീരാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. സോ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അടുത്തൊരു 2-3 മാസത്തിന്റെ ഉള്ളിൽ ഒരുപാട് നമ്മളിപ്പോൾ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മാർക്കറ്റ് അൺസർട്ടനിറ്റി കാര്യങ്ങളൊക്കെ ഒഴിവാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ട്രംപ് വന്നതിന് ശേഷമുള്ള ഈ ഒരു ക്രിപ്റ്റോ പോളിസികളിലുള്ള മാറ്റമാണെന്നുണ്ടെങ്കിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ട്രേഡ് വാർ ആണെന്നുണ്ടെങ്കിലും ഫെഡിന്റെ ഭാഗത്തുള്ള റേറ്റ് കട്ട് കാര്യങ്ങൾ, QE കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഒരുപാട് അൺസർട്ടനിറ്റി കാര്യങ്ങളെല്ലാം ഒന്ന് കലങ്ങി തെളിയാനുള്ള ഒരു കൂൾ ഓഫ് പീരീഡ് ആണ് അടുത്തൊരു 2-3 മാസം ബിഫോർ ദി എൻഡ് ഓഫ് ജൂലൈയോട് കൂടിയിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി വരികയും അതിനോടൊപ്പം തന്നെ ബിറ്റ്കോയിന്റെ പ്രൈസ് വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ ബെസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ബിറ്റ്കോയിന്റെ ഇപ്പൊ നിലവിലുള്ള ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു പ്രൈസ് ആക്ഷൻ തന്നെയാണ്. അല്ല, അത് ട്രംപ് ഇലക്ടഡ് ആയതിനു ശേഷം നവംബർ 5 ശേഷം നമ്മൾ റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ബിറ്റ്കോയിന്റെ പ്രൈസ് 25% മുകളിലാണ്. പക്ഷേ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും S&P 500 ആണെന്നുണ്ടെങ്കിലും നാസ്ഡാക്ക് ആണെന്നുണ്ടെങ്കിലും 8 to 9% താഴെയാണ്. അത് മാത്രമല്ല ഓൾ ടൈം ഹൈയിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 10% ഇപ്പോഴും താഴെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻഡെക്സ് പോലും. പല സ്റ്റോക്കുകളാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിലാണ് താഴോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു പീരീഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ വളരെ വലിയ രീതിയിലുള്ള ഒരു അഗ്രസീവ് സെൽ ഓഫിലൂടെയാണ് കടന്നു പോയത്. ഇൻഫാക്ട് കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയ ഒരു പാനിക്കിലൂടെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം കടന്നു പോയത്. വലിയ രീതിയിലുള്ള ഒരു സെൽ ഓഫ്, ഒരുപക്ഷെ ഇത്രമാത്രം വലിയൊരു സെൽ ഓഫ്, അതായത് S&P 500 ഒക്കെ 9%, 8% ഒരു ദിവസം തന്നെ താഴോട്ട് വരിക എന്ന് പറയുന്നത് ഒരു വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു 2 വർഷം മുന്നേക്കെയാണ് എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മേ ബി ഒരു 30%, 40% ഒക്കെ താഴോട്ട് വളരെ ഈസി ആയിട്ട് വന്നിട്ടുണ്ടാവും. മേ ബി നമ്മളിപ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു $85,000 ആയിരിക്കില്ല ഇതൊരു 2-3 വർഷം മുന്നേ ആണ് എന്നുണ്ടെങ്കിൽ മേ ബി നമ്മളൊരു $30,000 അല്ലെങ്കിൽ ഒരു ബിലോ $40,000 എന്തായാലും ഷുവറായിട്ട് എത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് $85,000 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ ആണ് എന്നുള്ളതാണ്. അത്രയും സ്ട്രോങ് ആയി ബിറ്റ്കോയിൻ്റെ ഒരു അഡോപ്ഷൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ എപ്പോഴൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒന്ന് മുകളിലോട്ട് പോകുമ്പോഴേക്കും എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വരും. അപ്പോഴേക്കും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒന്ന് ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒക്കെ ഒപ്പം താഴോട്ട് വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓരോ കമൻറ്റുകളാണ്, ട്വീറ്റുകളാണ് എന്നുണ്ടെങ്കിലും, ഇത്തരത്തിലുള്ള ട്രേഡ് വാർ കാര്യങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ചെയർമാൻ ആയിട്ടുള്ള ജെറോം പവൽ എന്തെങ്കിലും വല്ല കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെറിയ കമൻറ്റിൻ്റെ പിൻബലത്തിൽ പോലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് സ്റ്റോക്ക് മാർക്കറ്റിനൊപ്പം തന്നെ താഴോട്ട് വരുന്നത് നമ്മൾ റീസെൻ്റ്ലി കുറേ ദിവസങ്ങളായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് സ്ട്രോങ് ആയിട്ട് തന്നെ റിക്കവർ ആയിട്ട് ഈ ഒരു $85,000 ട്രേഡ് ചെയ്യുന്നും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇതേപോലെ എത്രത്തോളം ബിറ്റ്കോയിൻ്റെ പ്രൈസ് സൈഡ് വൈസ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നോ, എത്രത്തോളം ദിവസങ്ങൾ ഇത്തരം ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു ബോറിംഗ് പീരീഡിലൂടെ കടന്നു പോകുന്നു, അത്രത്തോളം ഹാർഡായിട്ടായിരിക്കും ഒരു ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ ഉണ്ടാകുന്ന ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എത്രത്തോളം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളും ഈ ഒരു ജനറലി ഉള്ള മാർക്കറ്റ് കാര്യങ്ങൾ എത്രത്തോളം ബിറ്റ്കോയിൻ്റെ പ്രൈസിന് സപ്രസ്ഡ് ആയിട്ട് താഴോട്ട് പിടിച്ചു നിർത്തുന്നോ അത്രത്തോളം സ്ട്രോങ് ആയിട്ടായിരിക്കും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ബൗൺസ് ബാക്ക് ആവുക എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ, കഴിഞ്ഞ വർഷം പോലും കണ്ടത് അല്ല, അതായത് കഴിഞ്ഞ 2024 മാർച്ച് മാസം മുതൽക്ക് സെപ്റ്റംബർ മാസം വരെ ഒരു ബോറിംഗ് ആയിട്ടുള്ള, അതായത് ഒട്ടുമിക്ക ആളുകളും ഈ ഒരു മാർക്കറ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കി പോവാൻ മാത്രം ഉള്ള ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷനിലൂടെയാണ് ബിറ്റ്കോയിൻ കടന്നു പോയത്. ഏകദേശം ഒരു 7 മാസം ബിറ്റ്കോയിൻ ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിലൂടെ കടന്നുപോയി. അല്ല, അതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ, ഇപ്പോൾ ജർമ്മൻ ഗവൺമെൻറ് ബിറ്റ്കോയിൻ സെല്ല് ചെയ്യുന്നു, അത്തരത്തിലുള്ള ഒരുപാട് നെഗറ്റീവ് ന്യൂസൊക്കെ ഓവർകം ചെയ്തിട്ട് ഈ ഒരു 7 മാസം കഴിഞ്ഞിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയപ്പോൾ അതും വെറും 2.5 മാസം കൊണ്ടാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് 85% മുകളിലോട്ട് പോയത്. അപ്പോൾ എത്രത്തോളം ബിറ്റ്കോയിൻ ഇങ്ങനെ സൈഡ് വൈസ് ആയിട്ട് നിൽക്കുന്നു, എത്രത്തോളം ഇങ്ങനെ നമ്മൾ ബോറടിപ്പിച്ച് ഒരു ചോപ്പി സീസണിലൂടെ പോകുന്നു, അത്രത്തോളം സ്ട്രോങ് ആയിട്ടായിരിക്കും ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോവുക. സോ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു മെയ് മാസം മുതൽക്ക് ജൂലൈ എൻഡോട് കൂടിയിട്ട് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോവും എന്ന് പറയുന്നതിനുള്ള, അല്ലെങ്കിൽ പോകാൻ സാധ്യതയുള്ള, അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ചാർട്ടും കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം. അത് വേറെ ഒന്നുമല്ല, ഗ്ലോബലിലുള്ള M2 മണി സപ്ലൈൻ്റെ ഗ്രോത്താണ്. സോ ഗ്ലോബൽ M2 മണി സപ്ലൈൻ്റെ ഗ്രോത്തും ബിറ്റ്കോയിൻ്റെ പ്രൈസും ഏകദേശം ഒരു 108 ഡേയ്സുമായിട്ട് ഡിലേഡ് ആണ്. അതായത് ഗ്ലോബൽ മണി സപ്ലൈ കൂടിക്കഴിഞ്ഞതിന് ശേഷം
ഏകദേശം ഒരു 100 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകും. അപ്പോൾ ഈ ഒരു ചാർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഈ ഒരു യെല്ലോ ലൈൻ എന്ന് പറയുന്നത് ഗ്ലോബൽ M2 മണി സപ്ലൈ ആണ്. ഈ ഒരു ഓറഞ്ച് ലൈൻ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ പ്രൈസാണ്. സോ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെ ഗ്ലോബൽ മണി സപ്ലൈ കൂടുന്നോ അതുമായിട്ട് കോറിലേറ്റഡ് ആണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ്. ഇതിപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മാത്രമല്ല, മണി സപ്ലൈ കൂടുന്നതിനനുസരിച്ച്, ഗ്ലോബൽ മണി സപ്ലൈ കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ അതിൻ്റെ വാല്യൂ അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആവും, അതുമായിട്ട് കൂടും. അപ്പോൾ ഏറ്റവും സ്കേഴ്സ് ആയിട്ടുള്ള അസറ്റ് ബിറ്റ്കോയിൻ ആയത് കാരണം കൊണ്ട് തന്നെ ഗ്ലോബൽ M2 മണി സപ്ലൈ ആയിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഹൈലി കോറിലേറ്റഡ് ആണ്. സോ ഈ ഒരു യെല്ലോ ലൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ M2 മണി സപ്ലൈ ഓൾറെഡി കൂടിയിട്ടുള്ള ഒരു ചാർട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു 100 ഡേയ്സുമായിട്ട് ഓഫ്സെറ്റ് ചെയ്തിട്ട് പ്ലോട്ട് ചെയ്തിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ കാണുന്നത്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2024 എൻഡോട് കൂടിയിട്ടൊക്കെ ഈ ഒരു ഗ്ലോബൽ M2 മണി സപ്ലൈ ഒരു ഓൾ ടൈം ഹൈലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം താഴോട്ടാണ് പോയിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു 2-3 മാസമായിട്ട് M2 മണി സപ്ലൈ വളരെ അഗ്രസീവായിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട്. സോ ഇപ്പോൾ ഏകദേശം ഒരു ഓൾ ടൈം ഹൈനടുത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ US മണി സപ്ലൈ ആണെന്നുണ്ടെങ്കിലും ചൈനയുടെ M2 ആണെന്നുണ്ടെങ്കിലും ജപ്പാനും ആണെന്നുണ്ടെങ്കിലും യൂറോപ്യൻ മണി സപ്ലൈ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു ഓൾ ടൈം ഹൈയിലാണ് എത്തിയിട്ടുള്ളത്. സോ ഈ ഒരു ചാർട്ട് ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് M2 മണി സപ്ലൈയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഗ്രോത്തിനെ ട്രാക്ക് ചെയ്ത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇതേപോലെ വീണ്ടും മുകളിലോട്ട് പോകാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും ബൈ ദ എൻഡ് ഓഫ് ജൂലൈയോട് കൂടിയിട്ട് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ വലിയ രീതിയിലുള്ള ഒരു ടോപ്പ് പ്രൈസിലോട്ട് എത്താനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. സോ മെയ് മാസം മുതൽക്ക് തന്നെ ഈ ഒരു മെയ് മാസത്തിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോവുകയും അടുത്തൊരു 2 മാസം ബിറ്റ്കോയിൻ്റെ പ്രൈസ് നമ്മൾ ഈ പറയുന്ന ഈ ഒരു ജൂൺ ജൂലൈ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വലിയൊരു അഗ്രസീവായിട്ടുള്ള ഒരു അപ് ട്രെൻഡിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട് ഈ ഒരു M2 മണി സപ്ലൈൻ്റെ ഗ്രോത്ത് കാര്യങ്ങൾ, കോറിലേഷൻ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഈ മാസം ഏപ്രിലോട് കൂടിയിട്ട് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് സ്ലോ ആയിട്ട് മുകളിലോട്ട് പോയി ഒരു $90,000 എത്താനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. അതിനോടൊപ്പം തന്നെ മെയ് മാസം ഒരു $100,000 എന്നുള്ള ആ ഒരു ലെവൽ റീക്ലെയിം ചെയ്യുകയും ജൂൺ ജൂലൈ മാസം 2 മാസത്തിൻ്റെ ഉള്ളിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു $100,000 to $150,000 പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. ഓക്കെ, സോ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബിറ്റ്കോയിൻ വാങ്ങാനുള്ള അവസാനത്തെ ചാൻസ് ഈ ഒരു $90,000 താഴെ അല്ലെങ്കിൽ $100,000 താഴെ വാങ്ങാനുള്ള അവസാനത്തെ ചാൻസ് ആണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. വിത്തിൻ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള ഈ ഒരു റേഞ്ചിൽ നിന്നും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ബ്രേക്കൗട്ട് ആയിട്ട് മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളും ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കും ഒക്കെ വാങ്ങാനുള്ള ഒരു പെർഫെക്റ്റ് ടൈമാണ് ഇപ്പോൾ. അതിനോടൊപ്പം തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ അതിനോടൊപ്പം തന്നെ അഗ്രസീവായിട്ട് ബിറ്റ്കോയിൻ ഔട്ട് പെർഫോം ചെയ്തുകൊണ്ട് മുകളിലോട്ട് പോകുന്ന ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്കാണ് മൈക്രോ സ്ട്രാറ്റജി. സോ മൈക്രോ സ്ട്രാറ്റജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കും ഒരു പെർഫെക്റ്റ് ടൈം ആയിരിക്കും ഈ ഒരു പീരീഡ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടോപ്പ് 5 ടോപ്പ് 10 ആൾട്ട് കോയിൻസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ടും ബെസ്റ്റ് മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ബിറ്റ്കോയിൻ പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ ഗ്യാരണ്ടീഡ് ആയിട്ട് മുകളിലോട്ട് പോകുന്ന ഒരു 3 to 4 ടൈംസ് മുകളിലോട്ട് പോകുന്ന ഒരു സ്റ്റോക്കാണ് മൈക്രോ സ്ട്രാറ്റജി. സോ അടുത്തൊരു 2-3 മാസം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു $150,000 പോവുകയാണ് എന്നുണ്ടെങ്കിൽ മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്ക് വളരെ അഗ്രസീവായിട്ട് മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും. ഇൻഫാക്റ്റ് നമ്മൾ മൈക്രോ സ്ട്രാറ്റജിയുടെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഓൾ ടൈം ഹൈലോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ ഒരു ഓൾ ടൈം ഹൈലോട്ട് എത്തുന്നതാണ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുക. സോ ഒരു സെപ്റ്റംബർ മാസം മുതൽക്ക് ഒരു നവംബർ മാസം മുതൽ വരെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു 95% മുകളിലോട്ട് പോയപ്പോൾ 350% ഒക്കെയാണ് മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്ക് മുകളിലോട്ട് പോയത്. അപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇനി ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ ഒരു ജൂലൈ എൻഡോട് കൂടിയിട്ട് തന്നെ ഒരു $150,000 എത്തും എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 1.5 മാസം അറ്റ്ലീസ്റ്റ് ഒരു 1.5 മാസം മുന്നേ തന്നെ മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്ക് ഒരു $1,000 എത്താനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും മൈക്രോ സ്ട്രാറ്റജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിലും ഒരു പെർഫെക്റ്റ് ടൈമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് എന്നുള്ളതാണ് പറയാനുള്ളത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവായി ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.